പ്രിയ സ്നേഹിതരെ, വേനൽ അവധിക്കാലം കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ വിനോദങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് വിദ്യ അഭ്യസിക്കുവാൻ, അറിവ് നേടുവാൻ വിദ്യാലയങ്ങളിലേക്കും സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ കടന്നു പോകുന്നു. അതായത് വരുന്ന മാസങ്ങൾ അവർക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള, അറിവ് സമ്പാദിക്കാനുള്ള സമയമാണ്. എന്നാൽ ഈ കടന്നു പോകുന്ന വിദ്യാർത്ഥികളിൽ ചെറിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ വളരെ താല്പര്യത്തോടെ, വളരെ തീവ്രമായി അറിവ് നേടണം, കഠിനാധ്വാനം ചെയ്യണം, ഉന്നത നിലവാരത്തിൽ ഞാൻ വിദ്യ അഭ്യസിക്കണം എന്നൊക്കെ ചിന്തിച്ച് അവർ സ്കൂളിലേക്കും കോളേജിലേക്കും കടന്നു പോകുന്നു. അങ്ങനെ പോകുമ്പോൾ അവർ ശ്രദ്ധിക്കും, ഏത് അധ്യാപകനാണ് എന്നെ പഠിപ്പിക്കുന്നത്, ഏത് അധ്യാപകനിൽ നിന്നാണ് എനിക്ക് അറിവ് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ കഴിയുന്നത് എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെയുള്ള അധ്യാപകനുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും എത്രയും അറിവ് ആ അധ്യാപകനിൽ നിന്ന് നേടാൻ കഴിയുമോ എന്നതാണ് ആ വിദ്യാർത്ഥിയുടെ താല്പര്യം. അധ്യാപകൻ അതേപോലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി വളരെ താല്പര്യത്തോടെ ചോദിച്ച് പഠിക്കുകയും ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും നോട്ട് എഴുതുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടാൽ അധ്യാപകനും വളരെ താല്പര്യം, ഈ വിദ്യാർത്ഥിയെ എനിക്കുള്ള അറിവ് എത്രയും പറ്റുമോ അത്രയും പകർന്നു കൊടുക്കണം, അവൻ മിടുക്കനാണല്ലോ, അവൾ മിടുക്കിയാണല്ലോ എന്ന് ചിന്തിക്കുന്ന അധ്യാപകരുമുണ്ട്. അങ്ങനെ ആ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അറിവ് പകർന്നു കൊടുക്കുക, അറിവ് സ്വീകരിക്കുക എന്ന ഒരു ബന്ധമാണ്. ഇനിയും ഈ വിദ്യാർത്ഥികളിൽ ആരെങ്കിലുമൊക്കെ വേനൽ അവധിക്കാലത്ത് പല വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പട്ടം പറപ്പിക്കുന്നതും ഒരു വിദ്യാർത്ഥികളുടെ ഒരു വിനോദമാണ് അവധിക്കാലത്ത്. ഈ പട്ടം പറപ്പിക്കുന്ന അല്ലെങ്കിൽ പറപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും വിദ്യാർത്ഥിയോട് ചോദിക്കുക, നിങ്ങൾ പട്ടം പറപ്പിച്ച് മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് പട്ടം പോയി, ഒരു പക്ഷെ ആ പട്ടം നിങ്ങൾ കാണുവാൻ കഴിയാത്ത അത്ര ഉയരത്തിൽ ചെന്നാലും നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾ പറപ്പിക്കുന്ന ആ പട്ടം ഇപ്പോഴും നിങ്ങളുടെ നിയന്ത്രണത്തിലുണ്ട് എന്ന്? അപ്പോൾ ആ വിദ്യാർത്ഥി പറയുന്നത് ഇങ്ങനെയായിരിക്കും, പട്ടത്തിൻ്റെ നൂലിൻ്റെ ഒരറ്റത്ത് പട്ടം ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നത് നൂലിൻ്റെ ഇങ്ങേ അറ്റത്ത് ഞാൻ പിടിച്ചിരിക്കുമ്പോൾ ആ നൂലിന് ഒരു വലിവ് മുന്നോട്ട് വലിയുന്ന അല്ലെങ്കിൽ ഉയരത്തിലേക്ക് ആ പട്ടത്തിൻ്റെ ദിശയിലേക്ക് നൂലിനൊരു വലിവ് വരുമ്പോൾ എനിക്കറിയാം ഞാൻ പറപ്പിക്കുന്ന പട്ടം ഈ നൂലുമായി എൻ്റെ നിയന്ത്രണത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നറിയാം. അപ്പോൾ ഈ പട്ടം പറപ്പിക്കുന്ന ആളുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ നൂൽ ബന്ധമാണ്. ഇനി അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം നോക്കിയേ, അതെന്താണ്? അമ്മ പ്രസവിച്ച് ജനനം കൊടുത്ത് ജീവിപ്പിച്ചു കൊണ്ടുവന്ന കുഞ്ഞ്, ആ കുഞ്ഞിന് കൊടുക്കുന്ന സംരക്ഷണവും സ്നേഹവും കരുതലൊക്കെയാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം. ഇങ്ങനെ രണ്ട് വ്യക്തികൾ തമ്മിൽ വിവിധ തരത്തിൽ, രണ്ട് വസ്തുക്കൾ തമ്മിൽ വ്യത്യസ്തമായ ബന്ധങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് അറിയാൻ കഴിയും എന്തെങ്കിലുമൊക്കെ ഈ രണ്ട് വസ്തുക്കളോ രണ്ട് വ്യക്തികളോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട് എന്നുള്ളത്. ഇതേപോലെയാണ് നമ്മൾ ദൈവവുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദൈവം ആത്മാവാകുന്നു. ദൈവം ഒരു മനുഷ്യനല്ല, ദൈവം ആത്മാവാകുന്നു. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ബന്ധപ്പെട്ടിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിവിധ തരത്തിലുള്ള ബന്ധം പറഞ്ഞു. അറിവ് പകർന്നു കൊടുക്കുകയും അറിവ് പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു ബന്ധം, കരുതുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും പോഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം, പട്ടം പറപ്പിക്കുന്ന ആളും ഉയരത്തിൽ പറക്കുന്ന പട്ടവുമായി നൂലുമായുള്ള ഒരു ബന്ധം. ഇങ്ങനെ ദൈവവുമായും ഇതേപോലെ ഒരു ബന്ധമുണ്ട്. എന്ത് ബന്ധമാണ്? ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ബന്ധമാണ് ദൈവമായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കും അങ്ങനെ ആത്മാവായ ദൈവത്തെ, അദൃശ്യനായ ദൈവം ആത്മാവാകുന്നത് കൊണ്ട് നമ്മുടെ കണ്ണുകൾ കാണാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ പോലും ഈ ദൈവവുമായി
ഒരു സ്നേഹബന്ധം, ഈ ദൈവമായി ഒരു അടുപ്പം, അപ്പനും മകനും എന്നതുപോലെ ഒരു ബന്ധം ദൈവമായി സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു മകൻ അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് അപ്പനോട് സംസാരിക്കുന്നത്, അതുപോലെ നമുക്ക് ദൈവത്തോട് സംസാരിപ്പാൻ കഴിയും. എങ്ങനെയാണ് അപ്പൻ മകനോട് പ്രതികരിക്കുന്നതും സംസാരിക്കുന്നത്, അതേപോലെ ഈ ദൈവവും നമ്മളോട് സംസാരിപ്പാൻ കഴിയും. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവുമായുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകൻ അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകൾ ആയി തീർന്നെങ്കിൽ മാത്രമേ എനിക്ക് ദൈവം പിതാവാകുകയുള്ളൂ. അങ്ങനെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മകനാകുന്നത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ മകളാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മകനാകുകയുള്ളൂ. ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കണം. അല്ലാതെ ഞാനൊരു ആളിനെ വെറുതെ പോയി അപ്പനായിട്ട് സ്വീകരിക്കുകയില്ല എന്നുള്ളതുപോലെ. എന്താണ് വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ മകനാകുവാൻ, ദൈവത്തിൻ്റെ മകളാകുവാൻ ആവശ്യമായിരിക്കുന്നത് എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് നമുക്ക് ഗ്രഹിക്കാം, മനസ്സിലാക്കാം. നല്ലൊരു ഊഷ്മളമായ അടുപ്പം, ബന്ധം നമുക്ക് ദൈവവുമായി സ്ഥാപിക്കാം. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ.